നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. ശബരിമലയിലേക്കുള്ള തങ്ക അങ്കി രഥഘോഷയാത്രയ്ക്ക് പ്ലാപ്പള്ളിയിൽ സ്വീകരണം. തങ്ക അങ്കി ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത്. ഉച്ചയ്ക്ക് 1:30 തങ്ക അങ്കി ഘോഷയാത്ര പമ്പയിലെത്തും. വൈകിട്ട് സന്നിധാനത്ത് തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധനയും നടക്കും. നാളെയാണ് മണ്ഡലപൂജ. പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിലേക്കുള്ള തങ്കയങ്കി രഥഘോഷയാത്ര പ്ലാപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഭക്തർക്ക് തങ്കയങ്കി ദർശിക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. ഇന്ന് രാവിലെ പെരുന്നാട് ശാസ്ത ക്ഷേത്രത്തിൽ നിന്നുമാണ് തങ്കയങ്കി രഥഘോഷയാത്ര പുറപ്പെട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പമ്പയിലേക്ക് തങ്കയങ്കി രഥഘോഷയാത്ര എത്തിച്ചേരും. അവിടെ 1:30 ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ തങ്കയങ്കി ഘോഷയാത്രയെ പമ്പയിൽ സ്വീകരിക്കും. വൈകിട്ട് 6 മണിക്ക് സന്നിധാനത്ത് തങ്കയങ്കി ഘോഷയാത്ര എത്തിച്ചേരും. അവിടെ കൊടിമരച്ചുവട്ടിൽ വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് തങ്കയങ്കിയെ സ്വീകരിക്കും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. നാളെ ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ തന്ത്രി കണ്ഠര് രാജവര്യരുടെ കാർമ്മികത്വത്തിലായിരിക്കും മണ്ഡലപൂജ നടക്കുക. നാളെ രാത്രി 11-ന് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അവസാനിക്കും. ഡിസംബർ 30-നായിരിക്കും പിന്നീട് വൈകിട്ട് 5 മണിക്ക് മകരവിളക്ക് മഹോത്സവത്തിനായി നട വീണ്ടും തുറക്കുക. 2025 ജനുവരി 14-നാണ് മകരവിളക്ക്. സന്നിധാനത്ത് മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട് ഇന്നും നാളെയും തീർത്ഥാടകരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് 50,000 പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ വഴി ദർശനമുള്ളൂ. നാളെ 60,000 പേർക്കും വെർച്വൽ ക്യൂ വഴി ദർശനമുണ്ടായിരിക്കും. ഇന്നും നാളെയും തത്സമയ ബുക്കിംഗ് 5,000 പേർക്ക് എത്തുകയാണ്. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്കും ഒക്കെ നമുക്ക് എത്താം. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ